ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് 20 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചിരുന്നെങ്കിലും ഈ പ്രഖ്യാപനം നടപ്പായില്ല. മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾ പരമാവധി 25 പേർ ആകാമെന്നതാണ് നിലവിലെ സ്ഥിതി. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന് 21 പേരായിരുന്നു സ്റ്റാഫിലുണ്ടായിരുന്നത്. ഇതിൽ 19 പേർ രാഷ്ട്രീയ നിയമനമായിരുന്നു. അഹമ്മദ് ദേവർകോവിലിനാകട്ടെ 25 പേരും 18 പേർക്ക് രാഷ്ട്രീയ നിയമനം. 2 മന്ത്രിമാരും രാജിവെച്ചതോടെ 37 സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും പൊതുഖജനാവിൽ നിന്ന് നൽകേണ്ടി വരുമെന്നത് വിമർശനത്തിനിടയാക്കിയിരുന്നു. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനം നട്ടം തിരിയുമ്പോൾ തന്റെ ഓഫീസിൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണം കുറയ്ക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ 20 സ്റ്റാഫ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ട് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. ആദ്യം പ്രൈവറ്റ് സെക്രട്ടറിയെയും ഡ്രൈവറെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് മുഴുവൻ സ്റ്റാഫിനെയും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്. ഔദ്യോഗിക വസതി വേണ്ട എന്ന് അറിയിച്ചിരുന്ന ഗണേഷ് കുമാർ തിരുവനന്തപുരത്തെ സ്വവസതിയിലാണ് ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.